ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് ഇന്ത്യക്കാരെല്ലാവരും അഭിമാനിക്കുന്ന നമ്മുടെ ഇന്ത്യ ഇന്ന് ഒരു ഭരണകൂട ഭീകരതയുടെ വേദിയായി മാറുമോ എന്ന് ആശങ്കപ്പെടുത്തുന്നതിന്റെ ഭയപ്പെടുത്തുന്ന ചില ചിത്രങ്ങളാണ് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനമായി ഇന്ന് സംഭവിച്ച ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യം എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു ഭരണഘടനാ ഭേദഗതിയുമായിട്ടാണ് ഇപ്പോൾ BJP സർക്കാർ പാർലമെന്റിൽ വന്നിരിക്കുന്നത്. അതായത് 30 ദിവസം ജയിലിൽ കിടന്നാൽ പ്രധാനമന്ത്രിയാകട്ടെ, മുഖ്യമന്ത്രിയാകട്ടെ, മന്ത്രിമാരാകട്ടെ, ആരായാലും അവരുടെ തൽസ്ഥാനങ്ങൾ നഷ്ടപ്പെടും എന്ന് പറഞ്ഞുകൊണ്ടുള്ള, അങ്ങനെ വ്യവസ്ഥ ചെയ്തുകൊണ്ടുള്ള ഒരു ഭരണഘടനാ ഭേദഗതി ബില്ലുമായിട്ടാണ് ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ പാർലമെന്റിൽ വന്നത്. ഇത് അക്ഷരാർത്ഥത്തിൽ പ്രതിപക്ഷ കക്ഷികളെ ആകമാനം ഞെട്ടിച്ചിരിക്കുകയാണ്. കാരണം സാങ്കേതികമായി അല്ലെങ്കിൽ നിയമപരമായി പാലിക്കേണ്ടതായിട്ടുള്ള ചട്ടങ്ങൾ പാലിക്കാതെയാണ് ഇങ്ങനെ ഒരു ഭരണഘടനാ ഭേദഗതി ബില്ലുമായി വന്നത് എന്ന ആക്ഷേപം തന്നെ തുടക്കത്തിൽ ബഹുമാനപ്പെട്ട NK പ്രേമചന്ദ്രൻ MP ഉന്നയിച്ചു. അതോടൊപ്പം തന്നെ പരിണതപ്രജ്ഞനായ മറ്റൊരു MP ശ്രീമാൻ OYC പറഞ്ഞു, ഇത് ബോധപൂർവം പ്രതിപക്ഷത്തെ ഉന്നമാക്കിക്കൊണ്ട് കൊണ്ടുവന്ന ഒരു ഭരണഘടനാ ഭേദഗതിയാണ്. അദ്ദേഹം കാര്യമാത്ര പ്രസക്തമായ ഒരു ചോദ്യം ചോദിച്ചത്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ആരാണ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇടാൻ പോകുന്നത്? അപ്പോൾ അതിന്റെ അർത്ഥം ഈ ബില്ലിനകത്തുള്ള അപ്രായോഗികതകളും അതോടൊപ്പം തന്നെ ചട്ടവിരുദ്ധമായിട്ടുള്ള സംഗതികളുമാണ്. ബഹുമാനപ്പെട്ട പ്രേമചന്ദ്രൻ ഒരു കാര്യം കൂടെ ചൂണ്ടിക്കാണിച്ചു. ചട്ടമനുസരിച്ച് ഇത്രയും ചരിത്രപ്രധാനമായ ഒരു ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായി ഈ ബില്ല് അതിന്റെ ഡ്രാഫ്റ്റ് എല്ലാ പാർലമെന്റ് അംഗങ്ങൾക്കും മുൻകൂട്ടി വിതരണം ചെയ്യേണ്ടതാണ്. എങ്കിൽ മാത്രമേ അവർക്ക് ഇത് പഠിച്ച് ഗൃഹപാഠം ചെയ്ത് ഇതിന്റെ ചർച്ചയിൽ പങ്കെടുക്കാനായി സാധിക്കുകയുള്ളൂ. ഇതൊന്നും ചെയ്യാതെയാണ് ശ്രീ അമിത്ഷാ ഈ ബില്ലുമായി ഇന്ന് പാർലമെന്റിൽ വന്നതും അത് കടുത്തതായിട്ടുള്ള പ്രതിഷേധത്തിന് ഇടയാക്കിയത്. ഏതാണ്ട് കയ്യാങ്കളി വരെ എത്തി എന്നാണ് ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ട്. ചില അംഗങ്ങൾ ഈ ബില്ല് വലിച്ചു കീറി ഈ അമിത്ഷായുടെ മുഖത്തേക്ക് എറിഞ്ഞതായിട്ടും വാർത്തകൾ വരുന്നുണ്ട്. അതൊക്കെ സൂചിപ്പിക്കുന്നത് എത്ര കടുത്ത പ്രതിഷേധമാണ് പ്രതിപക്ഷ കക്ഷികൾ മുന്നോട്ട് അതുമായി വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത്രയും വലിയ പ്രതിഷേധത്തിനിടയാക്കിയ ഒരു ബില്ല് കൊണ്ടുവരാൻ എന്താണ് ശ്രീ അമിത്ഷായെയും അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിനെയും പ്രേരിപ്പിച്ചത് എന്നുള്ളത് കുറേയേറെ ദുരൂഹമായിരിക്കുന്നു. സംഗതിവശാൽ ബഹുമാനപ്പെട്ട KC വേണുഗോപാൽ കോൺഗ്രസിന്റെ പക്ഷത്തു നിന്ന് അദ്ദേഹം ഒരു കാര്യം കൂടെ ഇവിടെ സന്ദർഭികമായി സൂചിപ്പിക്കുകയുണ്ടായി. അതായത് ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന ശ്രീ അമിത്ഷാ ഗുജറാത്തിൽ മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തെ ജയിലിൽ അടച്ചതാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അത് രാജിവെച്ചതായിട്ട് ഇപ്പോൾ സമ്മതിക്കുമോ എന്ന് വളരെ ഗൗരവമായ ഒരു ചോദ്യം ശ്രീ KC വേണുഗോപാൽ ഉന്നയിച്ചു. ഈ തരത്തിൽ ശ്രീമാൻ അമിത്ഷാ തന്നെ ഈ ബില്ലിന്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് രാജിവെച്ചതായി പ്രഖ്യാപിക്കുമോ എന്നുള്ള ചോദ്യം വല്ലാതെ അദ്ദേഹത്തെ സ്പർശിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ നിന്ന് വ്യക്തമായത്. ഏതായാലും യാതൊരു കാരണവശാലും പ്രതിപക്ഷ കക്ഷികൾ ഈ ബില്ല് പാസ്സാക്കാൻ അനുവദിക്കുകയില്ല എന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിലെ എല്ലാ കക്ഷികളും, ഇന്ത്യ സഖ്യത്തിൽ ഔദ്യോഗികമായി ചേർന്നിട്ടില്ലാത്ത തൃണമൂൽ കോൺഗ്രസ്, അതുപോലെ ആം ആദ്മി പാർട്ടി തുടങ്ങിയ പാർട്ടിയിലെ അംഗങ്ങളും ശക്തമായി ഈ ബില്ലിനെതിരായി ശബ്ദമുയർത്തിക്കൊണ്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇതിനകത്തുള്ള ഏറ്റവും വലിയ ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത് കേവല ഭൂരിപക്ഷം പോലും BJPക്ക് ഇല്ലാത്ത ഒരു സർക്കാരാണ് ഇന്ന് ഇന്ത്യയിൽ നരേന്ദ്രമോദി നയിക്കുന്നത് എന്ന സത്യം നാം കാണേണ്ടതായിട്ടുണ്ട്. 543 അംഗങ്ങളുള്ള നിയമസഭയിൽ വെറും 247 അംഗങ്ങളുമായിട്ടാണ് BJP ഭരണത്തിലിരിക്കുന്നത്. അവരെ താങ്ങി നിർത്തുന്നത് ആന്ധ്രയിലെ, അതുപോലെ തന്നെ
ബീഹാറിലെയും രണ്ട് പ്രാദേശിക കക്ഷികളാണ്. നിതീഷ് കുമാറിന്റെ JDU-വും അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡുവിന്റെ ഈ പ്രാദേശിക പാർട്ടിയായിട്ടുള്ള ആന്ധ്രയിലെ പാർട്ടിയും കൂടെ ചേർന്നാണ് ഭൂരിപക്ഷം കേവലമുണ്ടാക്കി നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മൂന്നാം ഊഴത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് എങ്ങനെ ഒരു ആത്മധൈര്യം ഉണ്ടായി ഇതുപോലെ ദൂരവ്യാപകങ്ങളായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കാവുന്ന ഒരു ഭരണഘടനാ ഭേദഗതിയുമായി ഈ വർഷകാല സമ്മേളനത്തിലെ അവസാന ഭാഗത്ത് വരാൻ? അവർ മുഖം രക്ഷിക്കാനായി ഇപ്പോൾ നടത്തുന്ന അഭ്യാസം എന്ന് കേൾക്കുന്നത് ഇത് സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ പഠനത്തിന് വിടാമെന്നാണ്. അത് സമ്മതിച്ചു കൊടുക്കുന്ന പ്രതിപക്ഷമല്ല. ഇത് ആദ്യം ഈ ബില്ലിനെ കുറിച്ച് ഉള്ള നിലപാട് വ്യക്തമാക്കണം. നിങ്ങൾ ഈ ബില്ല് അവതരിപ്പിക്കാൻ പാടില്ല. ഈ ബില്ല് ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ എതിർ നിൽക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ എതിരാളികളുടെ ശബ്ദമടയ്ക്കുന്നതിന് വേണ്ടി ബോധപൂർവം സൃഷ്ടിച്ചതായിട്ടുള്ള ഒരു ബില്ലാണ്. നിങ്ങൾക്ക് ദുഷ്ടരാക്കൊണ്ടതുകൊണ്ട് ഈ ബില്ല് അവതരിപ്പിക്കാൻ പോലും താങ്കൾ അനുവദിക്കുകയില്ല എന്നൊരു നിലപാടാണ് പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം എടുത്തിരിക്കുന്നത്. മാത്രവുമല്ല, നിലവിലിരിക്കുന്ന നിയമം അനുസരിച്ച് അല്ലെങ്കിൽ പൊതു ചട്ടങ്ങൾ അനുസരിച്ച് ന്യായാധിപന്മാർ അല്ലെങ്കിൽ കോടതികളുടെയൊക്കെ നിലപാടനുസരിച്ചും ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ചും ഒരു കുറ്റവാളിയും കുറ്റം അന്തിമമായി തെളിയിക്കപ്പെട്ട് ശിക്ഷിക്കപ്പെടുന്നത് വരെ കുറ്റവാളിയല്ല, കുറ്റാരോപിതനാണ് എന്ന കേവലമായ ഒരു സത്യമുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വരെ കേസുകൾ നീണ്ടുപോകുന്ന ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു കീഴ്ക്കോടതിയോ അല്ലെങ്കിൽ മറ്റൊരു പ്രാധാന്യം കുറഞ്ഞതായ കോടതിയോ ഒരു മുഖ്യമന്ത്രിയെയോ ഒരു മന്ത്രിയെയോ ബോധപൂർവം ഒഴിവാക്കണമെന്ന് ഭരണകൂടത്തിന് തോന്നിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിടാം. ജയിലിലിട്ടിട്ട് 30 ദിവസം കഴിഞ്ഞ് 31ാമത്തെ ദിവസം അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം സ്വാഭാവികമായി നഷ്ടപ്പെടുന്നു. ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ? ജനങ്ങൾ തെരഞ്ഞെടുത്തയച്ച് ജനാധിപത്യ സമ്പ്രദായം അനുസരിച്ച് ഭൂരിപക്ഷം ഉണ്ടായ മന്ത്രിസഭയിൽ അംഗങ്ങളായിരിക്കുന്നവരെ ബോധപൂർവം ജയിലിൽ പിടിച്ചിട്ട് 30 ദിവസം കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥാനം, മന്ത്രിസ്ഥാനമാകട്ടെ മുഖ്യമന്ത്രി സ്ഥാനമാകട്ടെ പ്രധാനമന്ത്രി സ്ഥാനമാകട്ടെ നഷ്ടപ്പെടും എന്ന് പറയുന്ന ഇത്രയും അവധാനതയില്ലാത്ത ദുർബലമായ ബാലിശവുമായി വാദങ്ങളുമായി വന്നിരിക്കുന്ന ഈ ബില്ല് ഒരു കാരണവശാലും ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തെയും ഭരണഘടനയെയും അടിസ്ഥാനപരമായി ചോദ്യം ചെയ്യുന്നതാകൊണ്ട് പൊതുസമൂഹവും മാധ്യമങ്ങളും ഇതിനെതിരായി ശബ്ദമുയർത്തി കഴിഞ്ഞു. ഇന്ത്യയിലെ 143 കോടി ജനങ്ങളെയും ഒരു തരം കബളിപ്പിക്കുകയും വിഡ്ഢികളാക്കുകയും ചെയ്യുന്ന ഈ തരത്തിലുള്ള കിരാതമായിട്ടുള്ള നിയമവുമായി വന്നാൽ ഒരു കാരണവശാലും ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളാകട്ടെ ജനങ്ങളാകട്ടെ അംഗീകരിച്ചു കൊടുക്കുകയില്ല എന്ന് BJP തിരിച്ചറിയുന്നതാണ് അവർക്ക് നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ബീഹാറിലൊക്കെ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. എന്തൊരു ധാർഷ്ട്യമാണ് ഈ കാണിക്കുന്നത്. അധികാരം കയ്യിലുണ്ട് എന്ന് വെച്ച് എന്തും കാണിച്ച് ഭരണകൂട ഭീകരത സൃഷ്ടിച്ച് ഈ രാജ്യത്തെ കൈപ്പിടിയിൽ ഒതുക്കാനാണോ അല്ലെങ്കിൽ എതിർപ്പിന്റെ ശബ്ദം ഇല്ലാതെയാക്കാനാണോ ജനാധിപത്യ വ്യവസ്ഥയിൽ ഭരണകൂടം ചെയ്യേണ്ടത്? ആരാണ് ഈ തരത്തിലുള്ള വികലമായ ഉപദേശങ്ങൾ ഈ ആഭ്യന്തരമന്ത്രിക്ക് കൊടുക്കുന്നത് എന്നതിനെ കുറിച്ചും അന്വേഷിക്കണം. എന്തായാലും ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയമായി പ്രതിപക്ഷ കക്ഷികൾ ആകെ കൈകാര്യം ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. പ്രതിപക്ഷ കക്ഷികളുടെ ഇടയിലുള്ള ഐക്യം വളരെ ശക്തിപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്രയും ദൂരവ്യാപകങ്ങളായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്ന ഭരണഘടനാ ഭേദഗതി എത്രയും വേഗം പിൻവലിക്കുന്നതാണ് ഈ BJP സർക്കാരിന് നല്ലത്. അതല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാ മേഖലയിൽ നിന്നും തിരിച്ചടി ഉണ്ടാകും. എങ്ങനെയെങ്കിലും മുഖം രക്ഷിക്കാൻ വേണ്ടി JPC-ക്ക് വിടാമെന്നൊന്നും പറഞ്ഞ് ഇനി രക്ഷപ്പെടാൻ ആഭ്യന്തരമന്ത്രിക്ക് സാധ്യമല്ല, അതിനനുവദിക്കുകയില്ല. ഇതിന്റെ അവതരണം പോലും തടസ്സപ്പെടുന്ന രീതിയിലാണ് ഇന്ന് ലോക്സഭയിൽ കയ്യാങ്കളി രംഗങ്ങൾ വരെ ഉണ്ടായത്. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ഇതിനെ എതിർക്കുകയാണ്. യാതൊരു തരത്തിലും ഒരു ജനാധിപത്യ സംവിധാനത്തിലും നിലവിലുള്ള ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥകൾക്കും അതിനേക്കാളൊക്കെ ഉപരിയായി ഭരണഘടനാ വ്യവസ്ഥകൾക്കും വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ ഈ മോഡി സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ജനാധിപത്യത്തിന്റെ വേരറക്കുന്നതാണ്. ഒരുതരം ഏകാധിപത്യ പ്രവണതയാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ ഇപ്പോൾ കാട്ടുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഏകാധിപത്യത്തിന്റെ എല്ലാ
വേഷങ്ങൾ അണിഞ്ഞിരിക്കുന്ന ശ്രീമാൻ അമിത്ഷായും കാട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നത് വെളിപ്പെട്ടു വന്നിരിക്കുന്നു, പുറത്തായിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളൊക്കെ ആട്ടിൻ തോലിട്ട് ചെന്നായ്ക്കൾ എന്ന് പറയുന്നത് പോലെ ക്രൂരമായി ഭരണഘടനയെ ഈ തരത്തിൽ ഇല്ലായ്മ വരുത്താനായി നടത്തുന്ന ഒരു ജനാധിപത്യ വ്യവസ്ഥയിലെ ഒരു നീക്കത്തെയും ജനപ്രതിനിധികളും പൊതുസമൂഹവും അംഗീകരിക്കുകയില്ല. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ഭേദഗതി എത്രയും വേഗം പിൻവലിച്ച് പൊതുസമൂഹത്തോട് മാപ്പ് പറഞ്ഞു പോകുന്നതാണ് BJP സർക്കാരിന് നല്ലത്, ശ്രീമാൻ അമിത്ഷായ്ക്ക് നല്ലത്. എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിമാരെയൊക്കെ ജയിലിലടച്ച് അവരുടെ സ്ഥാനം അംഗീകാരം നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഒരു തരത്തിലും അന്തസ്സുള്ള, അഭിമാനമുള്ള, മാന്യതയുള്ള ഒരു സമീപനമല്ല. അതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എങ്കിൽ ഇപ്പോഴുള്ള പ്രതിഷേധം കുറെ കൂടെ ശക്തമാകും. ഇപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് ബഹുമാനീയനായിട്ടുള്ള രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ആക്ഷേപങ്ങൾക്കൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പോലും തൃപ്തികരമായ മറുപടി കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അദ്ദേഹം ബീഹാറിൽ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വൈകാതെ വരുന്നു. അടുത്ത വർഷം ആദ്യം കേരളം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരുന്നു. ഇതിൻ്റെ എല്ലാം തിരിച്ചടി അത്തരം തെരഞ്ഞെടുപ്പുകളിൽ BJPക്കും കൂടെ നിൽക്കുന്ന കക്ഷികൾക്കും ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് ഇത്തരം കിരാതമായിട്ടുള്ള നിയമങ്ങളുമായി വരുന്ന പ്രവണത അവസാനിപ്പിക്കുകയും ഇപ്പോൾ ഈ ഭരണഘടനാ ഭേദഗതി ബില്ലുമായി കൊണ്ടുവന്നിരിക്കുന്ന ബില്ല് പൂർണ്ണമായി പിൻവലിച്ച് പൊതുസമൂഹത്തോടും ലോക്സഭയോടും രാജ്യസഭയോടും മാപ്പ് പറയുകയാണ് വേണ്ടത്. അതാണ് ഇപ്പോൾ ജനങ്ങൾ ഉയർത്തുന്നതായിട്ടുള്ള ഏറ്റവും വലിയ ആവശ്യവും.